السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. إن الذين لا يرجون لقاءنا ورضوا بالحياة الدنيا واطمأنوا بها والذين هم عن آياتنا غافلون أولئك مأواهم النار بما كانوا يكسبون. അല്ലാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് മുഖേന ഈ മഹത്തായ നൂറുൽ ഖുർആൻ വിജ്ഞാനവേദിയിലും ഇതിൻ്റെ സദസ്സിലുമായി സന്നിഹിതരായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, പണ്ഡിത സുഹൃത്തുക്കളെ, നേതാക്കളെ, എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സോഷ്യൽ മീഡിയകളിലൂടെ ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം വർഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹത്തായ വൈജ്ഞാനിക സദസ്സ് വിട്ട് പിരിയുന്നതിൻ്റെ മുമ്പ് തന്നെ അല്ലാഹുവിൻ്റെ പൊരുത്തവും അവൻ്റെ മഹബ്ബത്തും ഇഷ്ടവും നേടിയെടുക്കുന്ന സ്വർഗലോകത്തിലേക്ക് പ്രവേശനം സാധ്യമാകുവാൻ അർഹത നേടുന്ന മഹാന്മാരിൽ മഹതികളിൽ അല്ലാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പ്രവാസം നമ്മെ മറപ്പിച്ചതെന്താണ്? അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഒരൽപ്പകാര്യം നമുക്ക് സംസാരിക്കുവാനുള്ളത്. സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും ഇവിടെ പ്രവാസ ജീവിതത്തിലാണ്. അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം അള്ളാഹു നിശ്ചയിച്ച ഒരു ഡേറ്റിൽ ഞാനും നിങ്ങളും ഈ മഹത്തായ രാജ്യമായ UAE-യിൽ വന്നു നമ്മുടെ പ്രവാസ ജീവിതം തുടങ്ങി. പലരും ആശിച്ചിട്ടല്ല ഇവിടെ എത്തിയത്, പലരും ആശിച്ചതുകൊണ്ടുമാണ് ഇവിടെ എത്തിയത്. ഇവിടെ വന്ന് ജീവിതത്തിന്റെ ഒരുപാട് ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. വർഷങ്ങൾ കൊഴിഞ്ഞു തീർന്നത് നമ്മളാരും അറിഞ്ഞില്ല. 10, 15, 20, 25, 30, 40 വരെ വർഷങ്ങൾ പിന്നിട്ടവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ജീവിതത്തിന്റെ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് നമ്മിൽ പലരും. ഉറ്റവരായ ഏറ്റവും സ്നേഹനിധികളായി തന്നെ താരാട്ടി വളർത്തിയുണ്ടാക്കിയ തന്റെ പ്രായമായ മാതാപിതാക്കളെപ്പോലും ഒരു വേള അവരുടെ കണ്ണിൽ നിന്ന് അകന്ന് വിട പറയേണ്ടി വന്നു. അതുപോലെ തന്നെ തന്റെ ഉറ്റവരെയും ഉടയവരെയും ബന്ധുമിത്രാദികളെയും സ്നേഹഭാജനങ്ങളോടും
യാത്ര പറഞ്ഞ് ഇവിടെ കാലം കഴിക്കേണ്ടി വന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ ശാരീരികമായി പലപ്പോഴും പല ടെസ്റ്റുകൾക്കും വിധേയമായപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോഴും ഇവിടെ ഇറങ്ങുമ്പോഴുമുള്ള ആരോഗ്യനിലയിൽ കാര്യമായ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ശാരീരികമായി ഒട്ടേറെ ദുർബലതകളും ബലഹീനതകളും പിടികൂടിയിരിക്കുന്നു. ബന്ധപ്പെട്ട പലരും നമ്മളവിടെ ഇല്ലാതെ തന്നെ അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിക്ക് കീഴ്പ്പെട്ടുകൊണ്ട് അവരിന്ന് ഖബർ ജീവിതത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഒരുപാട് ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ഒറ്റക്കിരുന്ന് പലപ്പോഴും നമ്മുടെ പ്രവാസകാല ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ മനോമുകുരങ്ങളിലൂടെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ നമ്മുടെ ജീവിതം യന്ത്രസമാനമായ ഒരു ജീവിതവുമാണ്. രാവിലെ അലാറം വെച്ച് എഴുന്നേൽക്കുന്നു, നമ്മുടെ ജീവിതം തുടങ്ങുകയാണ്. കൃത്യമായ സമയത്ത് എത്തിച്ചേർന്നിട്ടില്ലെങ്കിൽ പിരിച്ചുവിടപ്പെടും എന്ന മേലുദ്യോഗസ്ഥന്മാരുടെയും മേലധികാരികളുടെയും വാക്കുകൾ നമ്മുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുകയാണ്. അതുകൊണ്ട് വൈകാതെ കൃത്യസമയത്തിനും 5 മിനിറ്റ് മുമ്പ് ഡ്യൂട്ടിയിൽ കയറേണ്ടുന്ന സ്ഥലത്ത് നമ്മൾ എത്തിച്ചേരുകയും വളരെ കണിശമായി ജോലിയിൽ ഏർപ്പെടുകയുമാണ്. ഭക്ഷണം പോലും കൃത്യമായി കഴിക്കാനാവാത്ത ഒരു ജീവിതം. പ്രഭാത ഭക്ഷണം പല പ്രവാസികൾക്കും ഇല്ലെന്നാണ് റിപ്പോർട്ട്. പിന്നീട് അങ്ങോട്ടുള്ള നമ്മുടെ സമയങ്ങൾ നമ്മുടേതായ ജോലി തിരക്കുകളിലാണ്. അത് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്ക് ക്ഷീണിച്ച് അവശരായിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുന്നു, വിശ്രമിക്കുന്നു, ഉറക്കിലേക്ക് നീങ്ങുന്നു. വീണ്ടും പിറ്റേന്നത്തെ പ്രഭാതത്തെ കാത്തുകിടക്കുകയാണ്. യാന്ത്രികമായ യന്ത്രസമാനമായ ഈ ജീവിതം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. അത് ദിവസങ്ങൾ ആഴ്ചകൾക്കും, ആഴ്ചകൾ മാസങ്ങൾക്കും, മാസങ്ങൾ വർഷങ്ങൾക്കും ഇങ്ങനെ വഴിമാറിക്കൊടുത്തത് നമ്മൾ അറിഞ്ഞതേയില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ നെടുവീർപ്പിട്ടുകൊണ്ട് നമ്മൾ പറയുകയാണ്, അല്ലാഹ്, ഇന്നലെ വന്നതുപോലെ ഓർക്കുന്നു, ഇന്നലെ ഇങ്ങോട്ട് കയറിയതുപോലെ ഓർക്കുന്നു. പക്ഷേ ഒരുപാട് നഷ്ടത്തിന്റെ കണക്കുകൾ മനസ്സിൽ കയറി വരുന്നതോടൊപ്പം ആയുഷ്കാലത്തിൽ നിന്ന് പ്രാധാന്യപൂർവമുള്ള ജീവിതത്തിന്റെ യൗവനങ്ങളും അതുപോലെ തന്നെ ശരീരത്തിന്റെ ബലങ്ങളും ഒരുപാട് മധുരിക്കുന്ന ഓർമ്മകളും മനസ്സിൽ നിന്ന് വിട പറഞ്ഞ് ശരീരത്തിന് നന്നേ സുഖമില്ലാതെ പലപ്പോഴും എപ്പോഴാണ് നാട് പിടിക്കുക, നാട്ടിലെത്തിയാൽ എന്താണ് ചെയ്യുക എന്നൊക്കെയുള്ള ചിന്തകൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രവാസ മനസ്സുകളിൽ കുടിയേറിക്കൊണ്ടിരിക്കുന്ന ചിന്തകൾ നിരന്തരം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയേ ചെയ്യുകയാണ്. ഇങ്ങനെ ദുന്യാവിനെക്കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ വാസ്തവത്തിൽ സഹോദരന്മാരെ നമ്മളൊക്കെ ഒരാശ്വാസം കണ്ടെത്താറുണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിലും എൻ്റെ ഈ പ്രവാസ ജീവിതത്തിൽ ഞാൻ പലതും നേടി. ഞാൻ ഇങ്ങോട്ട് യാത്രയെ പറഞ്ഞ് വിട പറഞ്ഞു പോരുമ്പോ പറക്കമുറ്റാത്ത എൻ്റെ കുഞ്ഞു പെങ്ങന്മാരുണ്ടായിരുന്നു. അവരെയൊക്കെ നല്ല നിലയിൽ ഞാൻ കെട്ടിച്ചയച്ചു. അവർക്കൊക്കെ യോജിച്ച ഭർത്താക്കന്മാരെ കണ്ടെത്താൻ എനിക്ക് സാധിച്ചു. അതുപോലെ തന്നെ എൻ്റെ മക്കൾ ഇവിടെയാണെങ്കിലും അവിടെയാണെങ്കിലും അവർക്ക് നല്ല ഉന്നത വിദ്യാഭ്യാസവും അതുപോലെ തന്നെ നല്ല ചികിത്സകളുമൊക്കെ നൽകി അവരെ വളർത്താനും പരിചരിക്കാനും അവർക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കിക്കൊടുക്കാനും എനിക്ക് സാധിച്ചു. അതുപോലെ തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായിരുന്ന, മഴ പെയ്താൽ ചോർന്നിരുന്ന കുടിലുകളും ഭവനങ്ങളുമൊക്കെ ഈ രാജ്യത്തിനൊന്നുകൊണ്ട് സമ്പാദിച്ച് എനിക്കൊരു വീടെടുക്കാനായി, സുഖസമ്പൂർണമായ ഒരു ജീവിതം എന്റെ ബന്ധപ്പെട്ടവർക്ക് നൽകാനായി. പലപ്പോഴും ഞാൻ എന്നെ തന്നെ മറന്നു. എരിഞ്ഞു തീരുന്ന ജീവിതമാണ് പ്രവാസിയുടേതെന്ന് കഥകളിലും കവിതകളിലും ഞാൻ വായിച്ചു. എന്റെ ജീവിതം നമ്മെ കണ്ടുമുട്ടണം എന്ന് പ്രതീക്ഷിക്കാതെ ജീവിച്ചവർ, റബ്ബേ മരണാനന്തരം എനിക്കൊരു ഖബർ വരാനുണ്ട്, ആ ഖബറിലെ ഉയിർത്തെഴുന്നേൽപ്പിന്റെ ശേഷം നിന്റെ കോടതിയിൽ വരാനുണ്ട്, നിന്റെ കോടതിയിൽ വന്നുകൊണ്ട് എന്റെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകൾക്കും ആരാരും എന്റെ വക്കാലത്ത് ഏറ്റെടുക്കാൻ ആളില്ലാതെ
എന്റെ ഓരോ സെക്കൻഡിനെയും മിനിറ്റുകളെയും മണിക്കൂറുകളെയും ദിവസങ്ങളെയും ആഴ്ചകളെയും മാസങ്ങളെയും വർഷങ്ങളുടെയും കണക്ക് ഞാൻ ഒറ്റക്ക് അവതരിപ്പിക്കേണ്ടതുണ്ട്. ആ ബോധമില്ലാതെ ജീവിച്ച് തീർത്തവർ അവർ തൃപ്തിപ്പെട്ടു ജീവിച്ചു ബിൽ ഹയാത്തി ദുനിയാ, ഈ ലോക ജീവിതം മാത്രമാണ് അവരുടെ മനസ്സിൽ അവർക്കുണ്ടായത്. ഐഹിക ജീവിതത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചോ. ഇവിടെ എനിക്കൊരു വീട് വേണം, ഇവിടെ എനിക്ക് എന്റെ മക്കളുടെ വിദ്യാഭ്യാസം നോക്കണം, എനിക്ക് നല്ല ഭക്ഷണം വേണം, നല്ല സൗകര്യങ്ങൾ വേണം, ജീവിതത്തിന്റെ സുഖങ്ങൾ വേണം, ഒഴിവ് സമയങ്ങളിൽ എനിക്ക് ഉല്ലസിക്കണം, ആഹ്ലാദിക്കണം, എനിക്ക് ഔട്ടിങ് വേണം, മറ്റു സൗകര്യങ്ങൾ വേണം, സംവിധാനങ്ങൾ വേണം. ജീവിതത്തിന്റെ എല്ലാ സന്തോഷങ്ങളും ഒന്നും നഷ്ടപ്പെടാതെ എന്റെ ജീവിതത്തിൽ വേണമെന്നയാള് കണക്ക് കൂട്ടി വറദൂ ബിൽ ഹയാത്തി ദുനിയാ, ഈ ലോക ജീവിതം കൊണ്ടയാള് തൃപ്തിയടഞ്ഞു. തീർന്നില്ല, റബ്ബ് പറയുകയാണ് വതുമഅന്നു ബിഹാ, ദുന്യാവ് കൊണ്ടയാൾ തൃപ്തിപ്പെട്ടു എന്ന് മാത്രമല്ല, ദുന്യാവിന് വേണ്ടി മാത്രം നേരം പുലർന്ന് രാത്രിയാകുന്നത് വരെ കഠിനാധ്വാനം ചെയ്തപ്പോഴും അയാളുടെ മനസ്സിൽ ഒരസ്വസ്ഥതയും തോന്നിയില്ല. ഞാൻ ഈ ദുന്യാവിന് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടവനല്ലല്ലോ, എനിക്കൊരു ജീവിതം വരാനുണ്ടല്ലോ, ഖബർ ജീവിതം വരാനുണ്ടല്ലോ, മരണത്തെ അഭിമുഖീകരിക്കാനുണ്ടല്ലോ, പരലോക കോടതിയുണ്ടല്ലോ. ആ സ്വസ്ഥതകളൊന്നും ആ മനസ്സിനെ വേട്ടയാടിയില്ല, ആ മനസ്സിൽ അതൊന്നും അലോസരങ്ങൾ സൃഷ്ടിച്ചില്ല. മറിച്ച് വതുമഅന്നു ബിഹാ, ദുന്യാവിന്റെ സൗകര്യങ്ങൾ അത് തന്നെയാണ് എന്റെ ലക്ഷ്യം എന്നയാളുടെ മനസ്സ് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. അയാളുടെ മനസ്സതിൽ അടക്കം കണ്ടെത്തി. അവർ അങ്ങനത്തെ ഒരു ജീവിതം മാത്രമേയുള്ളൂ എന്ന് ചിന്തിച്ചു എന്ന് മാത്രമല്ല, അതിൽ അവർ മനസ്സിന് സമാധാനം കൊടുത്തു. മനസ്സിൽ മറ്റ് ടെൻഷനുകളില്ല. തീർന്നില്ല, റബ്ബ് പറയുന്നത് നോക്കൂ, വല്ലദീനഹും അൻ ആയാതിനാ ഗാഫിലൂൻ. നമ്മുടെ ആയത്തുകളെ കുറിച്ച് അയാൾ ചിന്തിച്ചതുപോലുമില്ല. അയാൾ ഗഫലാനായി കൊണ്ടാണ് ജീവിച്ചത്, ഗാഫിലായി കൊണ്ടയാണ് ജീവിച്ചത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാമിനോട് അയാൾ ബന്ധപ്പെട്ടില്ല. അതിന്റെ ആധികാരിക വ്യാഖ്യാതാവായി ലോകത്ത് നിയുക്തനായ അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുവചനങ്ങൾ പഠിക്കാൻ അയാൾ വന്നില്ല. റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങൾ അടങ്ങുന്ന സൂക്തങ്ങളെ കുറിച്ച്, റബ്ബിന്റേതായ പ്രത്യേകമായ സൃഷ്ടി മഹാത്മ്യങ്ങളെ ഉദ്ഘോഷിക്കുന്ന പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് അയാൾ ചിന്തിച്ചില്ല, അയാൾ ആലോചിച്ചില്ല, അയാൾ അതിലേക്ക് ശ്രദ്ധ കൊടുത്തില്ല. കണ്ണും കാതും കൽബും അയാൾ അതിൽ നിന്ന് തിരിച്ചുവിട്ട് ഈ ലോക ജീവിതം തന്നെയാണ് എനിക്ക് വേണ്ടത്, അതിലാണ് എന്റെ എല്ലാം, അതാണ് എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞ് മനസ്സിനെ അത് തന്നെ പഠിപ്പിച്ചുകൊണ്ട് ജീവിച്ച കുറെ ആളുകളുണ്ട്. ഉലൈക മഅവാഹുമുന്നാർ. ഓ പ്രവാസികളെ, നമ്മൾ നല്ലോണം ആലോചിക്കണം. അല്ലാഹ് പറയാണ് ഉലൈക മഅവാഹുമുന്നാർ. അക്കൂട്ടരെ സംബന്ധിച്ച് എന്തു പറയേണ്ടു? മഅവാഹും, അവർക്ക് ചെന്നു ചേരാൻ ഒരൊറ്റ സങ്കേതമേയുള്ളൂ, അന്നാർ, അത് നരകമാണ്. ബിമാ കാനൂ യക്സിബൂൻ, അവര് സമ്പാദിച്ച ഈ സമ്പാദ്യം നിമിത്തം, അവര് സമ്പാദിച്ച സമ്പാദ്യം നിമിത്തം അവർക്ക് നരകം എന്ന് അല്ലാഹ് പറയുന്നത് ഏത് സമ്പാദ്യത്തെ കുറിച്ചാണ്? ഈ ആയത്തിൽ പറഞ്ഞ 4 കാര്യങ്ങളെ കുറിച്ചാണ് അവര് സമ്പാദിച്ചത് എന്ന് പറയുന്നത്. എന്താ അവരുടെ സമ്പാദ്യം? അവരുടെ ചിന്ത മരവിച്ചുപോയി. അള്ളാനെ കണ്ടുമുട്ടണം എന്ന ചിന്തക്ക് ഇടമില്ലാത്തവരായി. ദുന്യാവ് കൊണ്ടവര് തൃപ്തിപ്പെട്ടു. ദുന്യാവിന്റെ എല്ലാ സുഖങ്ങൾക്കും വേണ്ടി ഓടി നടന്നു. ഓവർ ടൈം പോലും വർക്ക് ചെയ്തുകൊണ്ടവര് പ്രവാസ ജീവിതത്തിലും എല്ലാ ഘട്ടത്തിലും അവര് ജീവിച്ചു തീർത്തു. അള്ളാന്റെ ആയത്തുകളെ കുറിച്ച് ഒരു നിലക്കും കണ്ണും കാതും കൽബും കൊടുത്ത് ചിന്തിക്കാതെ, അതൊന്നും ഞങ്ങൾക്ക് പറഞ്ഞ കാര്യമല്ല, അതൊക്കെ ഏതോ ചില ടീമുകളുണ്ട്, അവർക്ക് പറഞ്ഞതാണ് ഈ ഖുർആൻ പഠനവും ഹദീസ് പഠനവും ചരിത്ര പഠനവും. റബ്ബിനെ സംബന്ധിച്ചുള്ള ചിന്തയും പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളിലേക്ക് കണ്ണും കാതും കൊടുത്തുകൊണ്ട് അവയിലൂടെ റഹ്മാനായ റബ്ബിന്റെ ഖുദ്റത്തിനെ കുറിച്ച് ചിന്തിക്കലുമൊന്നും ഞങ്ങൾക്ക് പറഞ്ഞതല്ല. ഞങ്ങളൊക്കെ വളരെ ബിസിയുള്ള മനുഷ്യന്മാരാണ്. ഞങ്ങൾ
വലിയ തിരക്കുള്ളവരാണ്, ഞങ്ങൾക്കൊന്നും കേൾക്കാൻ പോലും നേരമില്ല, പഠിക്കാൻ നേരമില്ല. അത്രത്തോളം ഞങ്ങളുടെയൊക്കെ ബുദ്ധി കൊണ്ട് സാമർത്ഥ്യം കൊണ്ട് അത്യുന്നതമായ പലതും ഞങ്ങൾക്ക് ചെയ്തു തീർക്കാനുള്ള പ്രവാസ ജീവിതത്തിലാണ് ഞങ്ങൾ എന്ന് ചിന്തിച്ചപ്പോൾ മരണമങ്ങ് വന്നുപോയി. നരകത്തിലേക്ക് മലക്കുകൾ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇതല്ലേ ഒരു പ്രവാസിയുടെ റബ്ബിനെ കുറിച്ചുള്ള ചിന്തയില്ലാത്ത, ഈമാനില്ലാത്ത ഒരു പ്രവാസിയുടെ ഒരു ചുരുങ്ങിയ അവസ്ഥ? ഇതല്ലേ സഹോദരന്മാരെ? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ എന്ത് നേടി? പലർക്കും വേണ്ടി പലതും നമ്മൾ നേടിക്കൊടുത്തു. നമ്മൾ കെട്ടിച്ചയച്ച പെങ്ങന്മാര് അളിയന്മാരുടെ ഭർത്താക്കന്മാരുടെ കൂടെ സുഖജീവിതത്തിലാണ്. നമ്മൾ പഠിപ്പിച്ച മക്കൾ ഉന്നത ജോലിയിലാണ്, അവര് വലിയ സൗകര്യങ്ങളിലാണ്. നമ്മൾ ഉണ്ടാക്കിയ വീടുകളിൽ പലരും താമസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പലർക്കും നമ്മൾ ഉണ്ടാക്കി കൊടുത്ത സൗകര്യങ്ങളിൽ അവര് ജീവിക്കുന്നുണ്ട്. പക്ഷേ സ്വന്തം ജീവിക്കാൻ മറന്നുപോയി. തനിക്ക് വേണ്ടി ഒന്നും നേടാതെ മരിച്ചു പോകുന്നുവോ? എന്തേ പ്രവാസി നീ നിനക്ക് വേണ്ടി നേടിയത്? ഞാൻ എന്റെ പെങ്ങന്മാരെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു, വീട് വെച്ചു, വിദ്യാഭ്യാസം കൊടുത്തു എന്നൊക്കെ പറഞ്ഞ അത് ഖബറിൽ നിന്നോട് റബ്ബുക എന്ന ചോദ്യത്തിന്റെ നേരത്തെ ഉത്തരമാകുമോ? അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് നിനക്കെന്തറിയാമെന്ന് ഖബറിൽ വെച്ച് മലക്കുകൾ ചോദിക്കുമോ? ഇതൊക്കെ നിനക്ക് അവിടെ ഉത്തരമായി മാറുമോ? പരലോക കോടതി എത്തുമ്പോ അണപ്പടി തീർത്തുകൊണ്ട് ഓരോ സെക്കൻഡ് കുറിച്ചും പറയണം മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് റഹ്മാനായ റബ്ബിന്റെ കോടതിയിൽ ഏകനായി ഒറ്റക്ക് നിന്നുകൊണ്ട് റബ്ബേ ഞാൻ എന്ത് പറയേണ്ടു നിന്നോടെന്ന് വേദാറോടുകൂടി വെപ്രാളപ്പെട്ടുകൊണ്ട് ആ കോടതിയിൽ പോയി നിൽക്കുമ്പോ ഞാൻ എന്തൊക്കെയോ ചെയ്തു എന്ന് ഇവിടെ എണ്ണി പറയുന്ന ഇതൊക്കെ അവിടെ മറുപടിയാകുമോ? ഒരിക്കലും ആവില്ല. അതുകൊണ്ട് പ്രവാസികളായ മെമ്പർമാരിൽപ്പെട്ട ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, നമുക്ക് വേണ്ടി നമ്മൾ എന്ത് നേടി എന്ന ചിന്ത വളരെ പ്രധാനമല്ലേ? ദീൻ പഠിക്കാൻ ഒരു മനുഷ്യന് സ്വർഗത്തിലെത്താൻ എന്താണ് മാർഗം? ഇൽമ് നേടലാണ്, അറിവ് നേടലാണ് എല്ലാത്തിന്റെയും പരിഹാരം. ഏതൊരു പ്രവൃത്തി ചെയ്യുന്നതിന്റെയും ഏതൊരു വാക്കുരിയാടുന്നതിന്റെയും മുമ്പ് നമുക്ക് ഇൽമാണ് വേണ്ടത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം. എല്ലാ മുസ്ലിമിനും നിർബന്ധമായ കാര്യമാണ്. അവൻ ഇൽമ് അന്വേഷിക്കേണ്ടതുണ്ട്, അവൻ ഇൽമ് പഠിക്കേണ്ടതുണ്ട്, അതിനെ സംബന്ധിച്ച് ആലോചിക്കേണ്ടതുണ്ട്, അത് ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്, അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതിന് അല്ലാഹു അവതരിപ്പിച്ചു തന്നതാണ് പരിശുദ്ധ ഖുർആൻ. നൂറുൽ ഖുർആൻ എന്ന ടൈറ്റിലിൽ നമ്മൾ പരിപാടി വെക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ പേരിന്റെ മാഹാത്മ്യം അറിഞ്ഞിട്ടുണ്ടോ? വിശുദ്ധ ഖുർആനിന്റെ പ്രകാശം എന്നല്ലേ അതിന്റെ അർത്ഥം? ആ പ്രകാശം എത്രത്തോളം നമ്മുടെയൊക്കെ കൽബുകളിലേക്ക് നമ്മൾ ആവാഹിച്ചെടുത്തിട്ടുണ്ട്. ആ പ്രകാശം അറിയണമെങ്കിൽ അതറിയണ്ടേ? ആ വിശുദ്ധമായ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുന്ന എത്ര വേദികളിൽ എത്ര പേര് ഈ സദസ്സിലുള്ളവർ ഹാജരാകാറുണ്ട്? ചിന്തിക്കാനാ ഓർമ്മപ്പെടുത്തുന്നത്. ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ സമ്മേളിച്ച സ്ത്രീ പുരുഷന്മാരുമായി കൊണ്ട് ഇവിടെ തിങ്ങി നിറഞ്ഞ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ചിന്തിക്കൂ, ഇതുപോലെ എത്രയെത്ര സദസ്സുകൾ എന്നെ കൊണ്ട് നിറയാറുണ്ട്, എത്രയെത്ര ധന്യമായ വേദികളിൽ ഞാൻ ഉണ്ടാകാറുണ്ട്. അള്ളാഹുവിന്റെ കലാമ് വിശദീകരിക്കുന്ന വഖൈറുൽ കലാമി കലാമുല്ലാഹ്, വാക്കുകളിൽ വെച്ച് ഏറ്റവും മുന്തിയ വർത്തമാനം പറയപ്പെടുന്ന സദസ്സ് അള്ളാന്റെ കലാമ് പറയുന്ന വേദിയാണ്. വഖൈറുൽ ഹദി ഹദി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ചര്യകളിൽ വെച്ച് ഏറ്റവും മുന്തിയ ചര്യ അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ഹദീസുകളും ആദർശങ്ങളും പഠിപ്പിക്കുന്ന ആ രൂപത്തിലുള്ള സദസ്സുകളിലും ഞാൻ എത്ര ആളാകാറുണ്ട്, ഞാനതിലൊക്കെ എത്ര പങ്കെടുക്കാറുണ്ട്. നമ്മൾ ആലോചിക്കണം, ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് പഠിക്കാത്തവന് ഖബറിൽ വെച്ച് അള്ളാന്റെ റസൂലിനെ കുറിച്ച് ചോദിക്കുമ്പോ ഉത്തരം കൊടുക്കാൻ കഴിയുമോ? റബ്ബിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ കഴിയുമോ? അതുകൊണ്ടാണ് പറയുന്നത്, പ്രവാസികളെ ഒന്നുണർന്ന് ചിന്തിക്കൂ.
പലർക്കും വേണ്ടി കഷ്ടപ്പെട്ട് ജീവിതം ഹോമിച്ച നമ്മൾ സ്വന്തത്തിന് വേണ്ടി എന്ത് നേടി? പ്രവാസ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട പലതും ചിന്തിക്കാതെ പോയോ? ശൈത്താനി ദുന്യാവിന്റെ പല ശുഗലുകളും പല രൂപത്തിലുള്ള ബിസികളും നമ്മുടെ മനസ്സിലേക്ക് ഇട്ട് തന്നുകൊണ്ട് ഓർമ്മിക്കേണ്ട പലതും നമ്മൾ ഓർമ്മിക്കാതെ പോകുന്നുവോ? എങ്കിൽ അതിനൊരു പരിഹാരം കണ്ടേ നിങ്ങൾ ഈ സദസ്സ് വിട്ടു പോകാൻ പാടുള്ളൂ. റബ്ബേ, നിന്റെ കലാമ് പഠിക്കാൻ ഉത്തരവാദപ്പെട്ട ഒരു മുസ്ലിമല്ലയോ ഞാൻ? പരലോകത്ത് റബ്ബിന്റെ കോടതിയിലെത്തിയിട്ട് കത്തിയാളുന്ന നരകത്തിയിൽ വലിച്ചിടപ്പെടുന്ന ഹതഭാഗ്യന്മാര് വിളിച്ചു പറയുന്നുണ്ട്, വഖാലോ ലൗ കുന്നാ നസ്മഉ വ നഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. ഞങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ, അല്ല കേൾക്കണം എന്ന് പറഞ്ഞ റബ്ബിന്റെ വചനങ്ങളുണ്ട്, ആ റബ്ബിന്റെ വചനങ്ങളുടെ വ്യാഖ്യാനങ്ങളുണ്ട്, അതൊക്കെ കേൾക്കേണ്ടവരില്ലെന്ന് ഞങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ, ഔ നഖിലു ഞങ്ങൾ ചിന്തിച്ചിരുന്നുവെങ്കിൽ, മാ കുന്നാ ഞങ്ങളായി തീരുമായിരുന്നില്ലല്ലോ ഫീ അസ്ഹാബിസ് സഈർ, ഈ കത്തിയാളുന്ന നരകത്തിന്റെ ആണികളായി മാറില്ലായിരുന്നല്ലോ. നരകത്തിൽ വെച്ച് വിലപിക്കുമെന്ന് അല്ലാഹു തആല പറയാണ്. നരകത്തിൽ വെച്ച് വിലപിക്കുമെന്ന് അള്ളയാ പറയുന്നത്. എന്നായിന് നമ്മൾ ഉണരുക? അള്ളാഹ് കേട്ടില്ലല്ലോ, പഠിച്ചില്ലല്ലോ, ചിന്തിച്ചില്ലല്ലോ എന്ന് നരകത്തിയിൽ വെച്ച് വിലപിക്കുമെന്ന് അള്ളാഹു പറയാണ് സൂറത്തുൽ മുൽക്കിലൂടെ. എല്ലാ രാത്രികളിലും ഇത് പാരായണം ചെയ്യൽ സുന്നത്തുള്ള തബാറക സൂറത്തിലാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. സൂറത്തുൽ മുൽക്കിലൂടെ റബ്ബ് പഠിപ്പിച്ചതാണ്. അള്ളാഹ് കേട്ടിരുന്നെങ്കിൽ, ചിന്തിച്ചിരുന്നെങ്കിൽ വിളിക്കാൻ എത്ര പേരാ വന്നത്, എത്ര വാട്സപ്പുകളിലാണ് മെസ്സേജ് വന്നത്, എത്ര പോസ്റ്ററുകളാണ് എന്നെ ക്ഷണിച്ചുകൊണ്ട് വന്നത്, എത്രയെത്ര മെസ്സേജുകളാണ് എനിക്ക് വന്നത്. ഇന്ന ടൈമിന് ഇന്ന സ്ഥലത്ത് ഇന്ന പ്രബോധകന്റെ ഖുർആൻ ക്ലാസ് ഉണ്ട്, ഹദീസ് ക്ലാസ് ഉണ്ട്. കേട്ടില്ല, ചിന്തിച്ചില്ല, അവസാനം നരകത്തിലെത്തി. എന്താ പ്രശ്നം? ഒരിക്കലും രക്ഷയില്ലാത്ത പാതാളത്തിലെത്തിപ്പോയി. ഒരു രക്ഷയുമില്ല. പരിശുദ്ധ ഖുർആൻ പിന്നെയും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. വളരെ കൃത്യമായി നമ്മൾ നോട്ട് ചെയ്യണം, മനസ്സിനെ പഠിപ്പിക്കണം. അല്ലാഹു പറയാണ്, വഹും യസ്തരിഖൂന ഫീഹാ റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മാ തദക്കർ വജാഅകുമുൻ നദീർ ഫദൂഖൂ ഫമാ ലിൽളാലിമീന മിൻ നസീർ. വഹും യസ്തരിഖൂന ഫീഹാ, ജഹന്നമിൽ കടന്നുകൊണ്ട് പൊട്ടി പൊട്ടി കരയുകയാണ്. ജഹന്നമിൽ വീഴ്ത്തപ്പെട്ട പാപികളതാ പൊട്ടി അലറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുന്നത്? റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, അഖ്രിജ്നാ, നീ ഞങ്ങളെ ഈ നരകത്തിൽ നിന്നൊന്ന് പുറത്തേക്കിട്ടതായോ. എന്തിനെന്നോ? നഅമൽ സാലിഹൻ, ഞങ്ങൾ ചില നല്ല കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു തീർക്കട്ടെ. ഏതാണ് ആ നല്ല കാര്യങ്ങൾ? ഗൈറല്ലദീ കുന്നാ നഅമൽ, ഞങ്ങളോടത് ചെയ്യാൻ പലരും പറഞ്ഞിരുന്നു, പലരും ഞങ്ങളെ ക്ഷണിച്ചിരുന്നു, പലരും ഞങ്ങൾ ഫ്രീ ആയി മാടി വിളിച്ചിരുന്നു, വന്നോളൂ പഠിച്ചോളൂ എന്ന് പറഞ്ഞിരുന്നു, പ്രവർത്തിക്കാനുള്ള സംവിധാനങ്ങൾ തന്നിരുന്നു. പക്ഷേ അന്നൊക്കെ തിരക്കെന്ന് പറഞ്ഞ് ഞങ്ങൾ അതിനെ മാറ്റിവെച്ച് കളഞ്ഞു. ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ വിട്ടേച്ചു പോയ കുറെ നല്ല കാര്യങ്ങളുണ്ട്, അതൊക്കെ ചെയ്തൊന്ന് തിരിച്ചു വരാൻ ഒരു ചാൻസ് തരാമോ എന്ന് ജഹന്നമിൽ കിടന്നുകൊണ്ട് നിഷേധികൾ വിലപിക്കുമ്പോ അല്ലാഹുവിന്റെ മറുപടി നമ്മൾ ചിന്തിക്കണേ. അല്ലാഹ് ചോദിക്കുകയാണ്, അവലം നുഅമ്മിർകും, ഞാൻ നിങ്ങൾക്ക് ആയുസ് തന്നിരുന്നില്ലയോ? ഞാൻ നിങ്ങൾക്ക് ആയുസ് തന്നിരുന്നില്ലയോ? എത്രത്തോളം ഞാൻ നിങ്ങൾക്ക് ആയുസ് തന്നു. മാ യതദക്കറു ഫീഹി മൻ തദക്കർ, ചിന്തിക്കാനും പഠിക്കാനും ആലോചിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ നിങ്ങൾക്ക് ഉതകുന്ന നിലക്ക്, അതിനൊക്കെ നിങ്ങൾക്ക് കാലവിളംബം കിട്ടുമാറ് നിങ്ങൾക്ക് നാം സൗകര്യങ്ങൾ തന്നില്ലയോ? സമയം തന്നിരുന്നില്ലയോ? നിങ്ങൾക്ക് സമയം മാത്രമല്ല ഞാൻ തന്നത്, വജാഅകുമുൻ നദീർ, ആ സമയം
കാര്യങ്ങളൊക്കെ നിങ്ങൾ എപ്രകാരം നന്മക്ക് ഉപയോഗപ്പെടുത്തണം, എപ്രകാരം നിങ്ങൾ ആ തിന്മയിൽ നിന്ന് രക്ഷപ്പെടണം എന്നൊക്കെ വിവേചിച്ച് നിങ്ങളെ പഠിപ്പിച്ചു തരാനും പറഞ്ഞു തരാനും ഉതകുന്ന നിലക്കുള്ള മുന്നറിയിപ്പുകാരും നിങ്ങൾക്ക് വന്നില്ലയോ? സമയവും തന്നു. ആ സമയം വിനിയോഗിക്കേണ്ട രൂപം പഠിപ്പിച്ചു തരാൻ വേണ്ടി മഹാരഥന്മാരായ അമ്പിയാക്കൾ വന്നു. ആ മഹാരഥന്മാരായ അമ്പിയാക്കളുടെ ആദർശം നെഞ്ചേറ്റിയ പ്രബോധകന്മാരും നിങ്ങൾക്ക് മുമ്പിൽ വന്നു. പക്ഷേ അപ്പോഴൊക്കെ നിങ്ങളതിനെ അവഗണിച്ചവരാണ്. എന്നിട്ട് ഇപ്പൊ നിങ്ങൾ ടൈം നീട്ടി ചോദിക്കുകയാണല്ലേ. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ടൈമില്ല. ഫദൂഖൂ, നിങ്ങൾ ആസ്വദിച്ചോളൂ, നരകം ആസ്വദിച്ചോളൂ. ഫമാലിൽ ളാലിമീന മിൻ നസീർ, അക്രമികളെ നിങ്ങൾക്കിനി ഒരു സഹായിയും ഇല്ല. നരകത്തിയിൽ വെച്ച് പാപികൾ വിലപിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഓ പ്രവാസികളെ, ഈ സെക്കൻഡിൽ ഞാനോ നിങ്ങളോ ആണ് മരിച്ചാൽ ഇതൊന്നും മനതി വിദൂരമല്ല. ഖബറാ വരാൻ പോകുന്നത്. എത്ര പെട്ടെന്നല്ലേ പേര് മാറി മറിയുന്നു, എത്ര പെട്ടെന്നാണല്ലേ. ആളുകൾക്ക് തിക്കും തിരക്കും കൂട്ടുകയാണെന്തിന്? വേഗം ഈ മയ്യത്തൊന്ന് കുളിപ്പിച്ച് കഫൻ ചെയ്ത് അടക്കം ചെയ്യാൻ. ആർക്കും പിന്നെ ടൈമില്ല. എത്രയും പെട്ടെന്ന് പോണം, എത്രയും പെട്ടെന്ന് മാറണം, നമ്മിൽ നിന്ന് പോകണം. നമ്മെ സ്നേഹിച്ചവർ പോലും ആരായിരുന്നാലും എല്ലാവരോടും അള്ളാന്റെ റസൂലും അങ്ങനെ തന്നെയല്ലേ പഠിപ്പിച്ചത്? പെട്ടെന്ന് ഒഴിവാക്കണം എന്നാണ്, മറമാടണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരാൾ മരിച്ചാൽ അധികം വെച്ചുകൊണ്ടിരിക്കരുത്. മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടാനുള്ള സ്വർഗീയമായ സുഖങ്ങളും സൗകര്യങ്ങളും നിങ്ങളിവിടെ വെച്ച് നീട്ടിയിട്ട് എന്തിന് അദ്ദേഹത്തിന് അത് കുറയ്ക്കണം? നിങ്ങൾ എന്തിനതിന് തടസ്സം നിൽക്കണം? അദ്ദേഹത്തിന് കിട്ടാനുള്ള സൗകര്യങ്ങളിലേക്ക് വേഗം പോകട്ടെ, വേഗം ഖബറടക്കൂ. നേരെ മറിച്ചാണെങ്കിലും അള്ളാന്റെ റസൂല് പറയാണ്, ഒരു ധിക്കാരിയാണ്, തെമ്മാടിയാണെങ്കിൽ എന്തിനവനെ വെച്ചുകൊണ്ടിരിക്കണം? നിങ്ങൾ ഒഴിവാക്ക് പെട്ടെന്ന് നിങ്ങളുടെ പെരടിയിൽ നിന്ന് ആ മാറാപ്പ്. എത്രയും പെട്ടെന്ന് അത് നിങ്ങളുടെ പെരടിയിൽ നിന്ന് ഇറക്കി വെക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം. അപ്പൊ പലർക്കും വേണ്ടി പലതും നേടി എന്ന് അവകാശപ്പെടുന്ന പ്രവാസികളെ, എനിക്ക് വേണ്ടി ഞാൻ മരിച്ചു പോകുമ്പോ എന്താ കൊണ്ടുപോകാൻ ഞാൻ നേടിയത്? ഈ ചോദ്യം നമ്മെ ചിന്തിപ്പിക്കണം. ഈ ചിന്ത എന്നെ അലട്ടണം. ഇന്ന് ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരു വേള എന്നെ എന്തു ചെയ്യും? എന്റെ വസിയത്തൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഇവിടെ തന്നെ അടക്കണം എന്ന് ബന്ധുക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഖബർ ഇവിടെ തന്നെ ഒരുങ്ങും. അതല്ല, മറ്റുള്ള ആളുകൾക്കും എല്ലാവർക്കും താല്പര്യം കൊണ്ടുപോകാനാണോ അവർ വലിയ ചെലവുകൾ വഹിച്ചുകൊണ്ടൊരു നാട്ടിലേക്ക് എംബാർക്കേഷൻ പൂർത്തിയാക്കിയിട്ടൊരു നാട്ടിലേക്ക് ബോഡി എംബാം ചെയ്ത് കൊണ്ടുപോകും. അവിടെ ഖബർ ഒരുങ്ങി പെട്ടെന്ന് എല്ലാം എന്തേ നേടിയത് പ്രവാസി? ആലോചിക്ക്. നമ്മുടെ ബോഡി ഒരു വേള നാട്ടിലെത്തുമ്പോ ആലോചിക്കണം, 10, 25, 30 കൊല്ലത്തെ അധ്വാനം കൊണ്ട് നമ്മൾ നേടിയെടുത്തുന്ന വീട് അന്വേഷിക്കുമായിരുന്നു. നമ്മൾ ഫോണിലൂടെ വാട്സപ്പിലൂടെ ചോദിക്കുമായിരുന്നു, ഇന്ന് ആശാരി വന്നോ? ഇന്ന് തേപ്പുകാരൻ വന്നോ? ഇന്ന് പണി നടന്നോ? ഓരോ സമയത്തും നമ്മുടെ ചിന്തയിൽ നമ്മുടെ വീടായിരുന്നു. ഉറങ്ങുമ്പോൾ ശരിക്കുറങ്ങാൻ കഴിഞ്ഞില്ല, ഭക്ഷണം കഴിക്കുമ്പോൾ രുചി തോന്നിയില്ല. എന്താണ്? പ്രവാസ ജീവിതത്തിന്റെ വലിയ സ്വപ്നമായിരുന്നു ഒരു വീടുണ്ടാക്കൽ. അങ്ങനെ ഒരു വീടുണ്ടാക്കിയ ഒരു പ്രവാസിയുടെ ചരിത്രം കേൾക്കണോ? എന്റെ ഒരു സഹോദരൻ ഒരു അനുഭവം എന്നോട് പങ്കുവെച്ചു. അദ്ദേഹം കേട്ട ഒരു ചരിത്രം എന്നോട് പങ്കുവെച്ചു. ഞാനത് നിങ്ങളോട് പങ്കുവെക്കട്ടെ. 40 കൊല്ലം പ്രവാസ ജീവിതത്തിൽ ജീവിച്ച ഒരു പാവപ്പെട്ട മനുഷ്യൻ. അദ്ദേഹം കാരണം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഒരുപാട് പുരോഗതികൾ ഉണ്ടായി. ഒരുപാട് ആളുകൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടു, പലർക്കും പലതും ചെയ്തു കൊടുത്തു. അങ്ങനെ കുടുംബത്തിന് വേണ്ടി ഒരു മെഴുകുതിരിയായി ഇവിടെ ജീവിച്ച് സ്വയം എരിഞ്ഞു തീർന്ന ഒരു മനുഷ്യൻ. ആ പാവപ്പെട്ട മനുഷ്യൻ നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങിയതാണ്. പക്ഷേ അദ്ദേഹത്തിന് പെട്ടെന്ന് അറ്റാക്ക് വന്നു. അദ്ദേഹം മരണപ്പെട്ടു. ഒരു വീട് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, താമസാക്കിയിട്ട് പോലുമില്ല. താമസമാക്കിയിട്ട് പോലുമില്ല. അദ്ദേഹത്തിന്റെ ബോഡി ഇവിടെ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി ഫ്ലൈറ്റിൽ അദ്ദേഹത്തിന്റെ ബോഡിയെ അനുഗമിച്ചുകൊണ്ട് കൂടെയുണ്ടായിരുന്ന ആളുകളും പോയി ഇറങ്ങി. എയർപോർട്ടിൽ നിന്ന് ആ ബോഡിയും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് അദ്ദേഹത്തിന്റെ പുതിയ ഫ്രഷായ വീടിന്റെ ഗേറ്റിന്റെ ഭാഗത്തേക്ക് പോയി നിൽക്കുകയാണ്. ആ സമയത്ത് ബന്ധുമിത്രാദികളിൽ നിന്നും ബന്ധപ്പെട്ടവരിൽ നിന്നും അടക്കിപ്പിടിച്ച ചില സംസാരങ്ങൾ ഉയരുകയാണ്. എന്താണ് ചർച്ച? ഈ ബോഡി എവിടെ കിടത്തണം? ഈ ബോഡി എവിടെ കുളിപ്പിക്കണം? എവിടെ നിന്ന് കള്ളിക്കാട്ടിലേക്ക് മഖബറയിലേക്ക് ഈ ബോഡി എടുത്തു കൊണ്ടുപോകണം? ചർച്ചകൾ ചൂടുപിടിച്ചു.
പെട്ടെന്ന് തന്നെ കടത്താവുന്ന വാഹനം നേരെ കയറ്റാവുന്ന ഗേറ്റും മുറ്റവുമുള്ള അദ്ദേഹം പണിതീർത്ത വീട് അവിടെയുണ്ട്. എന്നാൽ തറവാട് വീട് ഒരൽപ്പം ഇടവഴിയിലൂടെ കുറച്ചു ദൂരെയാണ്. അവിടേക്ക് കൊണ്ടുപോകണോ ഇവിടെ കൊണ്ടുപോകണോ എന്ന ചർച്ച വന്നപ്പോ ബന്ധുമിത്രാദികളിൽപ്പെട്ടവർക്ക് പോലും അഭിപ്രായമുണ്ടായി. നാട്ടിലൊരു നടപ്പുണ്ട്, ഒരു വീട് പൂർത്തിയായി കഴിഞ്ഞാൽ അതിലേക്ക് ആദ്യം കയറ്റുന്നത് ഒരു മയ്യത്തായാൽ അത് ദുശ്ശകുനമാണ്. അതുകൊണ്ട് ഈ ബോഡി അങ്ങോട്ട് കയറ്റണ്ട, ഈ മയ്യത്ത് അങ്ങോട്ട് കയറ്റണ്ട, ഈ ബോഡി അങ്ങോട്ട് കയറ്റണ്ട. അങ്ങനെ ആദ്യം പണി തീർന്നത് ആ വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ ചലനമറ്റ ബോഡി ആ മയ്യത്ത് വെക്കാൻ പോലും ബന്ധുക്കൾ സമ്മതിക്കാതെ അത് പഴയ തറവാട്ട് വീട്ടിൽ കൊണ്ടുപോയി കിടത്താലോ, അവിടെ കിടത്തിയിട്ട് അവിടുന്ന് കുളിപ്പിച്ച് അവിടുന്ന് കഫൻ ചെയ്ത് അവിടുന്ന് നമുക്ക് വള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അദ്ദേഹം പണി തീർത്ത ഫ്രഷായ തന്റെ വീട്ടിൽ മയ്യത്തിന് പോലും ഒന്ന് കയറിക്കിടക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടുകൊണ്ട് ആ പാവപ്പെട്ട മനുഷ്യൻ നാറടി മണ്ണിൽ ഇടം തേടി എന്നൊരു സംഭവം. സഹോദര, പ്രവാസ ജീവിതത്തിന്റെ നേർചിത്രമാണിത്. പലപ്പോഴും ആലോചിക്കണം, ചിന്തിക്കണം. എന്ത് നേടി? ഞാൻ പറയുന്നു, എനിക്കൊരു വീടുണ്ടെന്ന്, എനിക്ക് ബന്ധുക്കളുണ്ടെന്ന്. ആർക്കും വേണ്ടിവരില്ല നിന്റെ പണം നഷ്ടപ്പെട്ടാൽ, ആർക്കും വേണ്ടിവരില്ല നിന്റെ ഈ പ്രതാപം നഷ്ടപ്പെട്ടാൽ, ആർക്കും വേണ്ടിവരില്ല നിന്നെ. പക്ഷേ ആര് കൈയൊഴിഞ്ഞാലും റഹ്മാനായ റബ്ബിന് നിന്നെ വേണമെങ്കിലോ, റഹ്മാനായ റബ്ബ് നിന്ന് കൈവടിഞ്ഞിട്ടില്ലെങ്കിലോ സുഖത്തോടെ പോകാൻ നമുക്ക് ഖബറിലേക്ക്. എന്നാൽ അതിനുവേണ്ടി പ്രവാസികളെ, പുരുഷന്മാരെ, സ്ത്രീകളെ, പ്രവാസ ജീവിതത്തിന്റെ ഇടക്ക് നമ്മൾ എന്ത് നേടി? എന്ത് നേടി? നമ്മൾ എന്താ നമ്മൾ കൊണ്ടുപോകാൻ നേടിയത്? ഞാൻ പറയുന്നു, എന്റെ മക്കളെ ഞാൻ പഠിപ്പിച്ചു എന്ന്. അല്ലേ, ആ മക്കൾ എനിക്ക് തുണയായിട്ടുണ്ടാകുമോ? എന്തു പഠിപ്പിച്ചു ഞാൻ അവരെ? നാട്ടിലാണെങ്കിലും മറുനാട്ടിലാണെങ്കിലും ഞാൻ അവർക്ക് വേണ്ട ഭൗതികമായ വിദ്യാഭ്യാസങ്ങളൊക്കെ കൊടുത്തു. അവർക്ക് ഉന്നതമായ നിലവാരത്തിലെത്താൻ വേണ്ടതൊക്കെ ഞാൻ ചെയ്തു. പക്ഷേ ഞാൻ ഭരിച്ചാൽ അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമ്മീ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. മനസ്സ് പൊട്ടിക്കൊണ്ട് എനിക്ക് വേണ്ടി ഒന്ന് ജനാസ നിസ്കരിക്കാൻ, എനിക്ക് വേണ്ടി ഒന്ന് അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ, എനിക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചില്ല ഞാൻ എന്റെ മക്കളെ. അതിനു വേണ്ടി ഞാൻ അവരെ പ്രാപ്തരാക്കി കൊടുക്കാൻ ബാപ്പയായ ഉമ്മയായ ഞാൻ മനസ്സ് കാണിച്ചില്ല. പ്രവാസികളെ, നമ്മുടെ ഒരു നഷ്ടമാണത്, നമ്മുടെ ഒരു നഷ്ടമാണത്. എന്ത്? നമ്മുടെ മക്കൾക്ക് മദ്രസാ വിദ്യാഭ്യാസം കിട്ടും ഒരു 10 വയസ്സിന്റെ ഉള്ളിൽ. ഒരു 10 വയസ്സിന്റെ ഉള്ളിൽ ഒരു 5ാം ക്ലാസ് വരെ നമ്മുടെ മക്കൾ മദ്രസ പഠിക്കും. വലിയ സൗകര്യമൊക്കെ ഉള്ള, അതിന് താല്പര്യമൊക്കെ ഉള്ള രക്ഷിതാക്കളാണെങ്കിൽ അത് പഠിപ്പിക്കും. അത് കഴിഞ്ഞ് അവരുടെ ജീവിതത്തിൽ ശൈത്താൻ അവരെ മാടി വിളിക്കുന്ന, കൊത്തി വലിക്കുന്ന ഒരുപാട് പ്രതിസന്ധികളിലൂടെ ആ കുഞ്ഞുമക്കൾ കടന്നു പോകുന്ന ജീവിതത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ ഒരു സ്റ്റേജ് ഉണ്ട്. അതാണ് കൗമാരം. അതാണ് കൗമാരം. ഇംഗ്ലീഷിൽ ടീനേജ് എന്ന് നമ്മൾ പറയുന്ന 12 പിന്നിട്ട് 12 വയസ്സും പിന്നിട്ട് 13 മുതൽ 13 മുതൽ എണ്ണി തുടങ്ങുന്ന 14, 15, 16, 17, 18, 19 എന്ന് പറഞ്ഞ് 20 എണ്ണുന്നതിന്റെ ഇടക്ക് 13 മുതൽ 19 വരെയുള്ള ടീനേജിന്റെ പ്രായം. ആ പ്രായത്തിൽ നമ്മുടെ മക്കൾക്ക് ഏറെ ചെകുത്താൻ അവരെ വലവീശുന്ന നേരമാണ്. അകത്തും പുറത്തും അവരെ വലവീശി പഠിക്കാൻ 24 മണിക്കൂറും ശൈത്താന്റെ നെറ്റ്വർക്ക് സജീവമാകുന്ന ഒരു സമയത്ത് രക്ഷിതാക്കളെ, നമ്മുടെ മക്കളെ ഒരു വേദിയിലും കാണാനില്ല. ആ സമയത്ത് നമ്മുടെ മക്കളില്ല. അപ്പോഴേക്ക് അവന്റെ 9ാം ക്ലാസ്സിലെത്തി, അപ്പോഴേക്ക് 10ാം ക്ലാസ്സിലെത്തി. ഒരു ഖുർആൻ ക്ലാസ്സിൽ പ്രവാസിയുടെ ടീനേജുകാരെ കൊണ്ടുവരുന്നില്ല. ഒരു ഹദീസ് ക്ലാസ്സിൽ ഒരു ടീനേജുകാരെ കാണുന്നില്ല. ഒരു ഉത്ബോധന സദസ്സുകളിൽ ടീനേജുകാരില്ല. എന്താ കാരണം? രക്ഷിതാക്കൾ പറഞ്ഞു, അവർക്ക് എക്സ്ക്യൂസ് കൊടുത്തു. എന്താ? അവൻ ഒരുപാട് പഠിക്കാനുണ്ട്, അവൻ ഒരുപാട് ഹോംവർക്ക് ചെയ്യാനുണ്ട്, അവൻ ഒരുപാട് പ്രോജക്റ്റുകൾ തയ്യാറാക്കാനുണ്ട്, അവൻ വരണ്ട. മോനെ, മോളെ, നീ അവിടെ വാതിലടച്ചിരുന്നു പഠിച്ചോ. സംവിധാനങ്ങളോ PC, പ്രൈവറ്റ് കമ്പ്യൂട്ടർ ഉണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, മൊബൈൽ ഉണ്ട്, വൈഫൈ സൗകര്യങ്ങളുണ്ട്, നെറ്റ്വർക്കിന്റെ സംവിധാനങ്ങൾ മുഴുവനുമുണ്ട്. ബാപ്പയും ഉമ്മയുമോ അവർ പുറത്തേക്ക് പോയി, അവരൊരു വേള ക്ലാസുകൾ കേൾക്കാൻ പോയി.
പോയി, അവര് ഖുർആനിന്റെ മധുരം നുണയാൻ പോയി, അവര് ഹദീസുകൾ പഠിക്കാൻ പോയി. ഈ ടീനേജുകാരായ മക്കളെ എന്നും ആഴ്ചയിൽ ഒരു മണിക്കൂറെങ്കിലും അള്ളാന്റെ ദീന് പഠിപ്പിക്കുന്ന നൂറുൽ ഖുർആനിന്റെ പ്രകാശം ഏറ്റുവാങ്ങുന്ന വേദികളിലേക്ക് അവരെ കൊണ്ടുവന്നില്ല. പിന്നെ ഈ മക്കൾ 19 പിന്നിട്ട് 20 എത്തി, കുറച്ചും കൂടെ പിന്നിട്ട് ജോലിയിലൊക്കെ എത്തുമ്പോ ബാപ്പയോട് തിരിഞ്ഞിട്ട് പിന്നെ സംസാരിക്കുന്നത് വാടാ പോടാ എടാ എന്നുള്ള ശൈലിയിലാണ്. ആ രൂപത്തിലേക്ക് എത്തി. പരിശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. ഓ വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ ബോഡികളെ കാത്തുരക്ഷിക്കണേ, നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ കാത്തുരക്ഷിക്കണേ. വാഹിലീക്കും നിങ്ങളുടെ മക്കളുടെയും ഇണകളുടെയും നിങ്ങളുടെ ആശ്രിതരുടെയും ശരീരങ്ങളെ നരകത്തിയിൽ നിന്ന് രക്ഷിക്കണേ. അതിൽ കത്തിക്കപ്പെടുന്ന ഇന്ധനം മനുഷ്യരും കല്ലുകളുമാണ്. കരുണ തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത മലക്കുകൾക്കാണ് അതിന്റെ ചാർജുള്ളത്. അവരുടെ ഒരു നിലവിളികൾക്കും അവിടെ പരിഹാരമുണ്ടാവില്ല. അതുകൊണ്ട് രക്ഷിക്കണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരന്മാരെ, വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുമ്പോ നമ്മുടെ കാര്യത്തിലും ശ്രദ്ധിച്ചില്ല, മക്കളുടെ കാര്യത്തിലും ശ്രദ്ധിച്ചില്ല. നമ്മുടെ പ്രവാസ സമയം അങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. ഇനി നമുക്ക് കിട്ടുന്ന സമയങ്ങൾ നമ്മുടെ ജോലി തിരക്ക് കഴിഞ്ഞ സമയം കിട്ടുമ്പോ നമ്മൾ വാട്സപ്പിൽ സജീവമാണ്, സോഷ്യൽ മീഡിയകളിൽ നമ്മൾ സജീവമാണ്, സിനിമകൾക്ക് മുമ്പിൽ സജീവമാണ്, സീരിയലുകൾക്ക് മുമ്പിൽ സജീവമാണ്, ഔട്ടിങ്ങിന് നമ്മൾ എല്ലായിടത്തും പോകുന്നുണ്ട്, സാംസ്കാരിക സംഘടനകൾ നടത്തുന്ന ക്ലബ്ബുകളിൽ നമ്മൾ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. അവിടെ വോളിബോളിന് നമ്മളുണ്ട്, ഫുട്ബോളിന് നമ്മളുണ്ട്, കരാട്ടേക്ക് നമ്മളുണ്ട്, ഡാൻസ് പരിശീലനത്തിന് നമ്മളുണ്ട്, ഗാനമേളക്ക് നമ്മളുണ്ട്. അതുപോലെ തന്നെ അവിടെ നടക്കുന്ന എല്ലാ സാംസ്കാരികമായ സദസ്സുകളിലും നമ്മളുണ്ട്. പാചക റാണിമാരുടെ പാചക മത്സരത്തിലും ഞാനുണ്ട്. എല്ലായിടത്തും എന്റേതായ സാന്നിധ്യമുണ്ട്. പക്ഷേ എവിടെ വെച്ച് മരിച്ചാലും അല്ലാഹുവേ, നിന്റെ കോടതിയിൽ ഞാൻ എന്തു മറുപടി പറയും എന്ന് പഠിപ്പിക്കുന്ന ഒരു വേദിയിലേക്കും ഞാൻ പോകാതെ വറദൂബിൽ ഹയാത്തി ദുനിയാ, അല്ലാഹുവിലേക്ക് വിളിക്കുന്നവനേക്കാൾ ഏറ്റവും മെച്ചപ്പെട്ട വാക്ക് പറയുന്നവൻ വേറെ ആരാ ഉള്ളത്? ഏറ്റവും മുന്തിയ പ്രവർത്തനമേരെന്ന് ചോദിച്ചാൽ അദ്ദഅവതു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കലാണ്. റബ്ബിലേക്ക് ക്ഷണിക്കുമ്പോ നമ്മൾ അതുപോലെ ജീവിക്കാനും ശ്രമിക്കും. അതാണ് വഅമില സാലിഹാ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവനേക്കാളും വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണെന്ന് പ്രഖ്യാപിക്കുവാനും മനസ്സുള്ളവനേക്കാൾ ഏറ്റവും നല്ലവനായിട്ട് വേറെ ആരുണ്ട്? നമുക്കിന്ന് എന്തൊക്കെ സംവിധാനങ്ങളാ സഹോദരന്മാരെ! ദീന് പഠിച്ചാലല്ലേ പറയാൻ പറ്റൂ. പഠിക്കാനുള്ള സംവിധാനങ്ങൾ വിരൽ തുമ്പിൽ നിറഞ്ഞു കിടക്കുകയാണ്. നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, 24 മണിക്കൂറും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നെറ്റ്വർക്ക്, അഥവാ പീസ് റേഡിയോ എന്ന പേരിൽ ഒരു റേഡിയോ. ഓ പ്രവാസികളെ, വൈഫൈ സൗകര്യങ്ങളും നെറ്റ് സൗകര്യങ്ങളുമൊക്കെ ഏറെ ഉദാരമായ സുഖങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്ത് ഏറെ മനോഹരമായി റബ്ബിന്റെ ദീന് കേൾക്കാനും പഠിക്കാനും 24 മണിക്കൂർ ചാൻസ് ഉള്ള ഒരു റേഡിയോ, പീസ് റേഡിയോ. 24 മണിക്കൂറിൽ 3 പാർട്ടായിക്കൊണ്ട് നിങ്ങൾക്ക് വിഷയങ്ങൾ കേൾക്കാം. എന്താണെന്നറിയോ? ഡെയിലി 8 മണിക്കൂർ തുടർച്ചയായിട്ട് വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിലുള്ള പ്രൗഢഗംഭീരമായ ചോദ്യോത്തരങ്ങൾ, അവതരണങ്ങൾ, സ്നേഹക്കൂട് എന്ന പേരിൽ കുടുംബജീവിതത്തിന് അനിവാര്യമായ കാര്യങ്ങൾ, കുട്ടികൾക്ക് ആവശ്യമായ രൂപത്തിലുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ, എല്ലാ രൂപത്തിലും ദിശാബോധം നൽകുന്ന പ്രോഗ്രാമുകൾ കൊണ്ട് ധന്യമായ 8 മണിക്കൂറുകൾ. ആ 8 മണിക്കൂർ പ്രോഗ്രാം അവസാനിച്ചാൽ അടുത്ത 8 മണിക്കൂർ ഈ ആദ്യത്തെ
ആദ്യത്തെ 8 മണിക്കൂറിന്റെ റിപ്പീറ്റ് വരികയാണ്. ആ 8 മണിക്കൂർ അവസാനിച്ചാൽ വീണ്ടും ഇതേ പരിപാടി ഒരു ദിവസം പിന്നെയും ആവർത്തിക്കുകയാണ്. ലോകത്തിന്റെ ഏതൊക്കെ മൂലകളിൽ ഏത് ധ്രുവങ്ങളിൽ ജീവിക്കുന്ന ആളുകളാണെങ്കിലും 24 മണിക്കൂർ നേരവും അവർക്ക് ഈ 8 മണിക്കൂർ തുടർച്ചയായിട്ടുള്ള പ്രോഗ്രാം ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും സുന്ദരമായി ഒരു കട്ടുമില്ലാതെ വീക്ഷിക്കുവാനും പഠിക്കുവാനുമുള്ള സൗകര്യം. അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സഹോദരിമാർക്ക് അവരുടെ സ്മാർട്ട് ഫോണുകളിൽ ഇത് ഡൗൺലോഡ് ചെയ്ത് അതവർ ഓൺ ചെയ്ത് അവർ ജോലി ചെയ്യുന്ന അടുക്കളയുടെ ഒരു ഭാഗത്ത് സ്മാർട്ട് ഫോൺ വെച്ച് ഇനി കുറച്ച് സൗകര്യത്തിന് വേണ്ടി ഒരു ബോക്സ് സൗകര്യം കൂടി അടുക്കളയിൽ ഫിറ്റ് ചെയ്താൽ അവർ ജോലി തിരക്കുകൾക്കിടയിലും അള്ളാഹുവിന്റെ ദീന് പഠിക്കാനുള്ള ഒരു സംവിധാനം ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് സഹോദരന്മാരോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതുപോലെ ഒരു ചെറിയ കൂപ്പൺ ഇവിടെ നിങ്ങൾക്ക് വിതരണം നടത്തപ്പെടുന്നുണ്ട്. ഇതിൽ പീസ് റേഡിയോയിൽ അംഗമായി തീരാൻ നിങ്ങൾ നിങ്ങളുടെ ഫോണുകളിൽ സ്മാർട്ട് ഫോണുകളിൽ ഏത് നമ്പറാണ് നിങ്ങൾ ഫീഡ് ചെയ്യേണ്ടത് എന്ന് ഇതിൽ പറയുന്നുണ്ട്. ഏത് ആപ്പിൽ ചെന്നാലാണ് നിങ്ങൾക്ക് ഈ പീസ് റേഡിയോ വളരെ വേഗത്തിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിൽ ലഭ്യമാവുക എന്നതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഏറെ നമ്മെ അലോസരപ്പെടുത്താതെ 5 മിനിറ്റ് മാത്രം കൃത്യമായ നിലക്ക് ദീനിനെ സംബന്ധിച്ചുള്ള അവബോധങ്ങൾ പ്രദാനം ചെയ്യുന്ന ചുരുങ്ങിയ രൂപത്തിലുള്ള ഷോർട്ട് ക്ലിപ്പുകളാണ് നേർവഴി എന്ന പേരിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെ ലഭ്യമാകാമെന്നതിനുള്ള നമ്പർ ഈ ഒരു ചെറിയ കൂപ്പണിൽ നിങ്ങൾക്ക് ഇതിൽ തയ്യാറാക്കപ്പെട്ടതുണ്ട്. ഇത് നിങ്ങളുടെയൊക്കെ കൈകളിൽ കിട്ടിയാൽ ഇത് വെറുതെ കൊണ്ടുപോയി വലിച്ചെറിയരുത്. ഇത് കൊണ്ടുപോയി ഇന്നത്തെ രാത്രി നിങ്ങൾ വീട്ടിലെത്തിയാൽ നിങ്ങളുടെ വൈഫൈ സൗകര്യങ്ങൾ ഉള്ളയിടത്തെത്തുമ്പോ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിൽ ഈ ശബ്ദം ശ്രവിക്കുന്ന ഓരോ പുരുഷന്റെ സ്ത്രീയുടെയും സ്മാർട്ട് ഫോണുകളിൽ പീസ് റേഡിയോ വരണം. അതിന്റെ ഐക്കൺ നിങ്ങളുടേതായ ആ ഫോണിൽ എപ്പോഴും ഉണ്ടാകണം. എപ്പോൾ നിങ്ങൾക്ക് പ്രവേശിച്ചാലും നിർബാധം അത് നിങ്ങൾക്ക് കേൾക്കാവുന്ന ഒരു സംവിധാനം അതിലുണ്ട്. അതുകൊണ്ട് മാത്രമായില്ല, നിങ്ങൾ പരിചയപ്പെടുന്ന ഒരു 3 പേർക്കെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ കണ്ടുമുട്ടുന്നവരിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികളിൽ ഒരു 2-3 ആളുകൾക്കെങ്കിലും നാളെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? അവരുടെ സ്മാർട്ട് ഫോണുകളിൽ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള സംവിധാനം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. എന്തിന് സഹോദര? എല്ലാവർക്കും ഇതുപോലെ മൈക്ക് കെട്ടി സംസാരിക്കാനാവില്ല. എല്ലാവർക്കും ചടുലമായ കൃത്യമായ ബോധങ്ങൾ നൽകുന്ന നിലക്കുള്ള ദിശാബോധത്തിന്റെ ഉള്ളടക്കമുള്ള ലേഖനങ്ങൾ കൊണ്ട് എഴുതാൻ സാധിച്ചു എന്ന് വരില്ല. എന്നാൽ നിങ്ങൾ മുഖേന 24 മണിക്കൂറും അള്ളാഹുവിന്റെ ദീന് കൽപ്പിക്കുന്ന ഈ ഒരു മഹാസംരംഭം നിങ്ങൾ കാരണമായി ഒരാൾ കേൾക്കാൻ തുടങ്ങിയാൽ നീ മുഖേന ഒരാളെങ്കിലും അള്ളാഹുവിന്റെ വെളിച്ചത്തിലേക്ക് നേർവഴിയിലേക്ക് വന്നാൽ അതാണ് ദുന്യാവിൽ നിനക്ക് കിട്ടുന്ന ഏറ്റവും മെച്ചപ്പെട്ട വലിയ സമ്പത്തിനേക്കാളും നിനക്കേറ്റവും ഉത്തമമായതെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി മറുനാട്ടിലേക്ക് പറഞ്ഞേക്കുമ്പോ കൊടുത്ത വസിയ്യത്താണ്. നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് മറ്റൊരിടത്തും പോകാതെ തന്നെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് ജനങ്ങളെ ഈ നേർവഴിയിലേക്ക് ജനങ്ങളെ ഈ ദിശയിലേക്ക് കൊണ്ടുവരിക എന്ന ദഅവത്ത് നടത്താൻ നമുക്കെന്ത് ചെലവാണുള്ളത്? ഒന്നും മനസ്സ് വെച്ചാ പോരെ. റബ്ബിന്റെ അടുക്കൽ ഏറ്റവും വലിയ നല്ലവരായി നമ്മൾ രേഖപ്പെടുത്തപ്പെടുകയാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു നിലക്കുള്ള പ്രയാസവും നമ്മുടെ മനസ്സിൽ തോന്നാതെ റബ്ബേ നിനക്ക് വേണ്ടി എന്ന ഉദ്ദേശശുദ്ധിയോടുകൂടി ആ ദഅ്വാ രംഗത്തും നമ്മൾ ഉണ്ടാകണം. അതേ സ്വന്തം കാര്യത്തിൽ ദീന് പഠിക്കണം, മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. അതുപോലെ ഞങ്ങൾ മനസ്സിലാക്കിയ സത്യത്തെ മനസ്സിലാക്കിയിട്ടില്ലാത്ത സഹജീവികളിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും ഈ പ്രവാസ ജീവിതത്തിൽ നമ്മൾ സമയം കാണണം. കാരണം എന്തേ? അള്ളാഹു വിളിക്കുന്ന ഒരു വീടുണ്ട്. അത് നമ്മൾ ഉണ്ടാക്കിയ വീട് പോലെ നശിച്ചു പോകുന്ന വീടല്ല. വല്ലാഹു യദഉ ഇലാ ദാരിസ്സലാം. ദാറുസ്സലാമിലേക്കാണ് അല്ലാഹു വിളിക്കുന്നത്. ദാറുസ്സലാം എന്ന് പറഞ്ഞാൽ രക്ഷയുടെ ഭവനമായ സ്വർഗം. അതല്ലേ റബ്ബ് പറഞ്ഞത്? ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത് യഹ്ദീഹിം റബ്ബുഹും ബിഈമാനിഹിം തജ്രീ മിൻ തഹ്തിഹിമുൽ അൻഹാറു ഫീ ജന്നാത്തിൻ നഈം.
നേരത്തെ ഞാൻ ഓതിയ ആയത്തിന്റെ ബാക്കിയാണത്. ഏതാണ് ആയത്ത്? അള്ളാനെ കണ്ടുമുട്ടണം എന്ന് വിചാരിക്കാതെ ദുന്യാവിനെ കുറിച്ച് മാത്രം കെട്ടിപ്പിടിച്ചുകൊണ്ട് ദുന്യവി ചിന്തകളിൽ മാത്രം സമയം ചെലവഴിച്ചുകൊണ്ട് ദുന്യാവാണ് എല്ലാം എന്ന് വിചാരിച്ചുകൊണ്ട് ആഖിറത്തെ മറന്നു കളയുന്ന, ഖുർആനിനെ മറക്കുന്ന, ആയത്തുകളെ മറന്നു പോകുന്ന ജനതക്ക് നരകമാണ് കിട്ടാനുള്ളതെന്ന് പറഞ്ഞ ഉടനെ റബ്ബ് പറഞ്ഞതാണ് ഇന്നല്ലദീന ആമനൂ, എന്നാൽ നിശ്ചയമായും ഈമാൻ ഉൾക്കൊണ്ടവർ, സത്യവിശ്വാസം സ്വീകരിച്ചവർ, വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ധാരാളമായി പ്രവർത്തിക്കുകയും ചെയ്തവരാരോ, യഹ്ദീഹിം റബ്ബുഹും, അവരുടെ റബ്ബ് അവരെ നേർവഴിയിലാക്കും, അവരുടെ റബ്ബ് അവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കും, ബിഈമാനിഹിം, അവരുടെ ഈമാനിന്റെ ബലം കൊണ്ട്, അവരുടെ വിശ്വാസത്തിന്റെ ദാർഢ്യത കൊണ്ട് അവരെ റബ്ബ് നേർവഴിയിലേക്ക് നയിക്കുകയാണ്. എന്നിട്ടോ എന്താണ് അവർക്ക് നൽകുന്നത്? തജ്രീ മിൻ തഹ്തിഹിമുൽ അൻഹാർ, അടിഭാഗത്തുകൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഫീ ജന്നാത്തിൻ നഈം, സുഖലോലുപതയുടെ തോട്ടങ്ങളിൽ, സുഖലോലുപതയുടെ സ്വർഗങ്ങളിൽ അവർക്ക് റബ്ബ് പ്രവേശനം കൊടുക്കുന്നു. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളെ നീ നിന്റെ ജന്നാത്തുൻ നഈമിലേക്ക് വഴി കാണിക്കണേ, ജന്നാത്തുൻ നഈമിൽ എത്തിച്ചേർക്കണേ റബ്ബേ. ഇത് പ്രാർത്ഥിച്ചാൽ മാത്രം മതിയോ? ഇതിനുള്ള പണിയെടുക്കണ്ടേ? പ്രിയപ്പെട്ടവരെ, നമ്മൾ പരലോകത്ത് വിലപിച്ചിട്ട് കാര്യമില്ല. ഇവിടെ ചെയ്യേണ്ടത് ചെയ്യണം. 3 കാര്യങ്ങളെ ഞാൻ നിങ്ങളോട് പറഞ്ഞുള്ളൂ. 1 സ്വന്തത്തിന്റെ കാര്യം പഠനം, 2 മക്കളുടെയും ഭാര്യമാരുടെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ടവരുടെയും കാര്യം, അതുപോലെ തനിക്ക് ശാശ്വതമായി ജീവിക്കാനുള്ള വീടിന്റെ കാര്യം. അത് ദാറുസ്സലാമാണ്, ജന്നാത്തുൻ നഈമാണ്. അവിടേക്ക് എത്താനാവശ്യമായ ബാധ്യതകൾ മറന്നിട്ട് എന്നോ നശിച്ചു പോകുന്ന ഈ ദുന്യാവിന്റെ കാര്യം മാത്രം ഓർത്തിട്ട് ഇതിനു വേണ്ടി മാത്രം ഫോൺ ചെയ്യുന്നു, ഇതിനു വേണ്ടി മാത്രം വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നു, ഇതിന്റെ കാര്യം മാത്രം ആലോചിച്ച് തലപുകഞ്ഞ് ആലോചിക്കുന്നു, ഇതിന്റെ പേരിൽ മാത്രം ജീവിതത്തെ നശിപ്പിക്കുന്നു, ഇത് മാത്രം ആലോചിച്ച് ചിന്തിച്ച് ഫ്ളാറ്റുകളിൽ സമയം കൊല്ലുന്ന പെണ്ണുങ്ങള്, സ്ത്രീകള്, അങ്ങനെ റബ്ബിന്റെ ഏറ്റവും വലിയ ദീനിനെ കുറിച്ചോ തന്റെ കടമകളെ കുറിച്ചോ ചിന്തയില്ലാതെ ഗാഫിലീങ്ങളായി ജീവിച്ചാൽ നരകമാണ് നമുക്ക് കിട്ടാനുള്ളത്. ആ നരകത്തിലെത്തുമ്പോ നല്ല സദസ്സുകളിൽ വരുന്നതില്ലെന്ന് നമ്മെ തടഞ്ഞ പലരുമുണ്ടാകും. അവിടേക്ക് പോകണ്ട എന്ന് പല അർത്ഥത്തിൽ സംസാരിച്ചവരുണ്ടാകും. മതത്തോട് തന്നെ താല്പര്യമില്ലാത്തവരും ഉണ്ടാകാം. മതത്തിന്റെ ഉള്ളിൽ തന്നെ ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ കൊഞ്ഞനം കുത്തുന്ന ആളുകൾ ഉണ്ടാകും. വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും ആധികാരിക വ്യാഖ്യാനമായ ഹദീസുകളെ പുച്ഛിക്കുന്നവരുണ്ടാകും. നിങ്ങൾ ബഹുദൈവ വിശ്വാസികളാണെന്ന് പറയുന്നവരുണ്ടാകും. ആലോചിക്കണം, ഈ UAE-യിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിസ്ഡം ഇസ്ലാഹി സെന്ററിന്റെ ഈ കൂട്ടായ്മ, അതുപോലെ തന്നെ നാട്ടിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, രാജ്യത്തൊട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ഇതിൽ പങ്കുചേരുന്ന, ഇതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഊറുകണക്കിന് ആയിരക്കണക്കിന് തൗഹീദുള്ള വ്യക്തികളുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ മുശ്രിക്കുകളാണ്, നിങ്ങൾ ബഹുദൈവ വിശ്വാസികളാണ്, നിങ്ങൾ കപടന്മാരാണ്, നിങ്ങൾ മുനാഫിക്കുകളാണെന്ന് ചില പ്രഭാഷകന്മാര്, അവര് നമ്മുടെ കൂടെയായിരുന്നു ഇത്രകാലം നടന്നത്, അവര് നമ്മുടെ നേതാക്കളെന്നാണ് ഇത്രകാലം അറിയപ്പെട്ടത്, ഇപ്പൊ തിരിഞ്ഞു നിന്നിട്ട് പറയുകയാണ് നിങ്ങൾ ജിന്നുകളെ പൂജിക്കുന്ന ജിന്ന് പൂജകന്മാരാണ്, നിങ്ങൾ ജിന്നുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണ്, നിങ്ങൾ ജിന്നാരാധകന്മാരാണ്. ഒരു വീട്ടിൽ ഭർത്താവ് മുവഹിദാണെങ്കിൽ ഭാര്യ ജിന്നാണ്, ഒരു വീട്ടിൽ ഭാര്യ മുവഹിദാണെങ്കിൽ ഭർത്താവ് ജിന്നാണ്. അങ്ങനെയുള്ള പേരുകൾ പറഞ്ഞ് ജിന്നിനെ പൂജിക്കുന്ന ജിന്ന് പൂജകന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി മാറ്റി നിർത്തി അവഹേളിക്കുമ്പോൾ അള്ളാഹുവിന്റെ ദീനിൽ സ്ഥിരപ്പെട്ട സുന്നത്തുകളെ പോലും നിഷേധിക്കുകയും ഇസ്ലാം പഠിപ്പിച്ച വിശ്വാസ കാര്യങ്ങളായ പരലോക വിശ്വാസത്തിൽ നമ്മൾ മനസ്സിലാക്കിയ ഖബർ ശിക്ഷയെ പോലും പരിഹസിക്കുകയും അതുപോലെ തന്നെ നരകത്തിന്റെയും മനുഷ്യന്റെയും ഇടക്കുള്ള സിറാത്ത് എന്ന പാലത്തെ പരിഹസിക്കുകയും അതുപോലെ നാളെ പരലോകത്ത് വരാനിരിക്കുന്ന മീസാൻ എന്ന് പറയുന്ന നന്മ തിന്മകൾ തൂക്കുന്ന തുലാസിനെ സംബന്ധിച്ച് പരിഹസിക്കുകയും അവസാന കാലത്ത് വരാൻ പോകുന്ന ദജ്ജാൽ എന്ന് പറയുന്ന ദുശക്തി
ശക്തി അങ്ങനെ ഒന്നും വരാനില്ലെന്ന് പറഞ്ഞ് കളിയാക്കുമ്പോ, ഇസ്ലാമിന്റെ ഒട്ടേറെ പ്രമാണങ്ങളുടെ മുഖത്ത് കരിവാരിത്തേക്കുമ്പോ, അവരുമായൊക്കെ കൂടി നിന്നുകൊണ്ട് ഞങ്ങളും നിങ്ങളും ഒന്നാണ്, മറ്റുള്ളവരൊക്കെ ജിന്ന് പൂജകരായ മുശ്രിക്കുകളാണ്, അവരെ ഇങ്ങോട്ട് അടുപ്പിക്കണ്ട, നമ്മളാണ് ഐക്യമുന്നണി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ പരിഹസിക്കുന്നവരും ഉണ്ടായേക്കാം. പക്ഷേ അല്ലാഹുവുണ്ട് നമുക്ക്, അള്ളയുണ്ട് നമുക്ക്. റഹ്മാനായ റബ്ബ് പറയുന്നുണ്ട്, അള്ളാനെ അനുസരിക്കാത്തവർ നാളെ വിരപിക്കും നരകത്തിൽ. യൗമ തുഖല്ലബു വജൂഹുഹും ഫിന്നാർ യഖൂലൂൻ യാ ലൈതനാ അതഅന അല്ലാഹ വ അതഅന الرسൂലാ وقالوا ربنا إنا أطعنا سادتنا وكبراءنا فأضلونا السبيل ربنا آتهم ضعفين من العذاب والعنهم لعنا كبيرا. സൂറത്തുൽ അഹ്സാബിലെ 66, 67, 68 ആയത്തുകൾ പഠിച്ചു വെച്ചോ പ്രിയമുള്ളവരെ. അല്ലാഹ് പറയാണ്, യൗമ തുഖല്ലബു വജൂഹുഹും ഫിന്നാരി, കത്തിയാളുന്ന നരകത്തിൽ അവരുടെ മുഖം കുത്തി വീഴ്ത്തപ്പെടുന്ന ദിവസം. യഖൂലൂന, ആ നരകത്തിൽ കടന്നുകൊണ്ട് അവർ വിലപിക്കുകയാണ്, യാ ലൈതനാ, ഞങ്ങളായി തീർന്നിരുന്നെങ്കിൽ, അതഅനല്ലാഹ വ അതഅന റസൂലാ, ഞങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ, ഖുർആനും സുന്നത്തിലുമുള്ളതൊക്കെ ഞങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കട്ടെ യോജിക്കാതിരിക്കട്ടെ, ഒന്നിനെയും പരിഹസിക്കാതെ, ഒന്നിനെയും ചോദ്യം ചെയ്യാതെ, ഒന്നിനെയും കുറ്റപ്പെടുത്താതെ, ഒന്നിനെയും നിഷേധിക്കാതെ ഞങ്ങളത് അപ്പടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ. പക്ഷേ ഞങ്ങൾ എന്തു ചെയ്തു? അത് സ്വീകരിക്കാതെ വഖാലു, അവർ വിലപിക്കുകയാണ്, ഇന്നാ തഅനാ, ഞങ്ങൾ അനുസരിച്ചു പോയല്ലോ, സാദത്തനാ, ഞങ്ങളുടെ നേതാക്കന്മാരെ, വകുബറാഅന, ഞങ്ങളിലെ മേലാളന്മാരെയും ഞങ്ങളുടെ നേതാക്കന്മാരെയും, ഞങ്ങളിലെ വലിയവരെന്ന് അഭിമാനിക്കുന്ന ഞങ്ങളുടെ വലിയ വലിയ ആളുകളെന്ന് ഞങ്ങൾ കണക്ക് കൂട്ടിയ ആളുകൾ ഞങ്ങളോട് പറഞ്ഞു, ഈ ഹദീസ് ശരിയല്ല, അതൊക്കെ തള്ളിയാലും കുഴപ്പമില്ല. അങ്ങനെ സിഹിർ എന്ന് പറയുന്നതോ അതല്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ച ഏത് കാര്യങ്ങളാവട്ടെ, ഏത് ബുഖാരിയിൽ വന്നാലും ആ ബുഖാരി അങ്ങ് തോട്ടിലേക്ക് വലിച്ചെറിയലല്ലാതെ അതൊന്നും അംഗീകരിക്കാൻ വകുപ്പില്ലെന്ന് പറഞ്ഞപ്പോ ഇതുവരെ ഞങ്ങൾക്കതൊക്കെ കേൾക്കുമ്പോ വലിയ പേടിയായിരുന്നു. പക്ഷേ ഇപ്പൊ ഞങ്ങൾക്കും ആ രോഗം പടർന്നു. അതുകൊണ്ട് അവര് പറയുന്നതൊക്കെ ശരിയാണെന്ന് ബ്ലാങ്ക് ചെക്ക് ഞങ്ങളും ഒപ്പിട്ട് കൊടുത്തു. ഇപ്പൊ അവരുടെ വായയിൽ ഞങ്ങൾ കയറി, ഇപ്പൊ അവരാണ് നയിക്കുന്നത്. അങ്ങനെ ഇപ്പൊ അവര് പറയുന്നതൊന്നും കുഴപ്പമില്ല. ഇതുവരെ അവർ തൊട്ടുകൂടാത്തവരായിരുന്നു, ഇതുവരെ അവർ തീണ്ടിക്കൂടാത്തവരായിരുന്നു. പക്ഷേ ഇപ്പൊ നമ്മൾ ഒന്നാണെന്ന് പറയുമ്പോ അതൊക്കെ നിസ്സാരമായി തോന്നിയത് ഞങ്ങളുടെ നേതാക്കന്മാരങ്ങനെ പറഞ്ഞപ്പോഴാണ്. അങ്ങനെ പ്രമാണമല്ല ഞങ്ങൾ പഠിച്ചത്, പ്രമാണത്തിലുള്ളതല്ല ഞങ്ങൾ നോക്കിയത്, അല്ലാഹ് പഠിപ്പിച്ചതല്ല പ്രാധാന്യം കൊടുത്തത്, റസൂല് പഠിപ്പിച്ചതിനല്ല പ്രാധാന്യം കൊടുത്തത്. ഞങ്ങളുടെ നേതാവ് അങ്ങനെ പറഞ്ഞപ്പോ ഞങ്ങൾ അങ്ങനെയെന്ന് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞപ്പോ ഞങ്ങൾ ഇങ്ങനെയെന്ന് പറഞ്ഞു. പ്രമാണമൊന്നും ഞങ്ങൾ നോക്കിയില്ല. അതുകൊണ്ട് റബ്ബേ, ഞങ്ങളുടെ നേതാക്കന്മാരെയും വലിയവന്മാരെയും ഒക്കെ ഞങ്ങൾ അനുസരിച്ചു. ഫഅളല്ലൂന സബീലാ, അവര് ഞങ്ങളെ നേർമാർഗത്തിൽ എന്ന് വഴിപിഴപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് റബ്ബേ, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ആതിഹിം, നീ അവർക്ക് കൊടുക്കണേ, ളഅഫൈനി മിനൽ അദാബ്, ശിക്ഷയുടെ ഇരട്ടി കൊടുക്കണേ റബ്ബേ, വൽ അൻഹും ലഅനൻ കബീറാ, അവരെ വമ്പിച്ച ശപിക്കൽ നീ ശപിക്കുകയും ചെയ്യണേ എന്ന് നരകത്തിൽ വെച്ച് ഈ ചിന്താശേഷിയില്ലാതെ കണ്ടതിന്റെയും കേട്ടതിന്റെയും പിന്നാലെ പ്രമാണങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് ഒപ്പം കൂടികൾ നരകത്തിൽ വെച്ച് വിലപിക്കുമെന്ന് റബ്ബാണ് പറയുന്നത്. ആ സമയത്ത് വിലപിച്ചിട്ട് കാര്യമില്ല. വജീഅ യൗമഇദിൻ ബിജഹന്നം. ഇന്ന് മഗ്രിബ് നിസ്കരിച്ചപ്പോ രണ്ടാമത്തെ റക്അത്തിൽ നമ്മൾ കേട്ടില്ലേ, വജീഅ യൗമഇദിൻ ബിജഹന്നം, ജഹന്നം എന്നത്തെ ദിവസം കൊണ്ടുവരപ്പെടും. യൗമഇദിൻ യതദക്കറുൽ ഇൻസാൻ,
ജഹന്നം കൺമുമ്പിൽ കാണുന്ന വേളയിൽ മനുഷ്യനപ്പ ആലോചിക്കുകയാണ്, പക്ഷേ ആ ആലോചനക്ക് എന്തു പ്രയോജനം? അവനവിടെ വെച്ച് വിലപിക്കുകയാണ്, യാ ലൈതനീ ഖദ്ദംതു ലിഹയാതീ. പ്രവാസ ജീവിതത്തിന് വേണ്ടിയും ദുന്യാവിലെ ജീവിതത്തിന് വേണ്ടിയും പലതും ഞാൻ ചെലവഴിച്ചു, പലതും ഞാൻ ഒരുക്കുകൂട്ടി, പക്ഷേ ഇന്നത്തെ ദിവസത്തെ ജീവിതത്തിന് വേണ്ടി എന്റെ കയ്യിൽ സീറോയാണല്ലോ ബാലൻസ് ഉള്ളത്. യാ ലൈതനീ ഖദ്ദംതു ലിഹയാതീ. മുറിഞ്ഞു പോകാത്ത, അറ്റമില്ലാത്ത, ശാശ്വതമായ, അനശ്വരമായ ഈ ജീവിതത്തിന് വേണ്ടി ഞാൻ വല്ലതുമൊക്കെ ഒരുക്കിയിരുന്നുവെങ്കിൽ, വല്ലതുമൊക്കെ നേടിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനേ എന്ന് വിലപിക്കുകയാണ്. പക്ഷേ വിലാപങ്ങൾ കേൾക്കാൻ ഇവിടെ ആരുമില്ല, ആരും സഹായത്തിനില്ല. അതുകൊണ്ട് ദുന്യമാകുന്ന ഈ പ്രവാസ ജീവിതം, നമ്മൾ ദുബായിൽ UAE-യിൽ മാത്രമല്ല പ്രവാസികൾ, ഈ ദുന്യാവിൽ തന്നെയും പ്രവാസികളാണ്. കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബ് ഔ അബിറു സബീൽ. നീ ദുന്യാവിൽ ഒരു വിദേശിയെ പോലെ, ഒരു പ്രവാസിയെ പോലെയാണ് ജീവിക്കേണ്ടത്. അതല്ലെങ്കിൽ ഒരു ട്രാൻസിസ്റ്ററെ പോലെയാണ് നീ വഴിമുറിച്ച് കിടക്കുന്ന ഒരു പഥികൻ, ഒരു യാത്രക്കാരൻ. ശാശ്വതമല്ല. പെട്ടെന്ന് ജന്മനാട്ടിലേക്ക് പോകേണ്ടതുണ്ട്. ആ ജന്മനാട്, ജന്മഗേഹം പരലോകമാണ്. അവിടെ നിന്നാ വന്നത്, അങ്ങോട്ടാണ് പോകേണ്ടത്, അവിടെയാണ് കണക്ക് പറയേണ്ടത്. ആ ബോധത്തോടെ ജീവിച്ചാലേ നമുക്ക് രക്ഷയുണ്ടാവുകയുള്ളൂ. ഖബറെന്ന് പറയുന്നത് ദാറുസ്സലാമായി മാറണമെങ്കിൽ, രക്ഷയുടെ കേന്ദ്രമായി മാറണമെങ്കിൽ, ഈ ദുന്യാവിൽ വെച്ച് പണിയെടുത്തവർക്കേ അവിടെ ഖബറിൽ ശാന്തി കിട്ടുകയുള്ളൂ. അതല്ലെങ്കിൽ ആ ഖബർ ദാറുദ്ദൂദി വസ്സഅബാൻ, പാമ്പുകളുടെയും തേളുകളുടെയും പുഴുക്കളുടെയും സങ്കേതമാണ് ആ വീട്. അവിടെ ചെന്നാണ് കിടക്കേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരണത്തിന്റെ വേളയിൽ സമയം നീട്ടിക്കിട്ടാൻ വേണ്ടി കെഞ്ചിയത് കൊണ്ട് രക്ഷയുണ്ടാവില്ല. റബ്ബിന്റെ മറുപടിയേ ഉണ്ടാകൂ. കല്ലോ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. വെറുതെ കിടന്ന് വിലപിക്കണ്ടടോ, ഇനി നിനക്കൊരു ചാൻസുമില്ല. ഇനി ചെന്ന് കിടക്കാനുള്ളത് ഖബറാണ്, ബർസഖാണ്. ഇലാ യൗമി യുബഅസൂൻ, പുനരുത്ഥാന നാൾ വരെ. രക്ഷയാണെങ്കിൽ രക്ഷയുടെ കാഴ്ചകൾ കണ്ടുകൊണ്ട്, ശിക്ഷയാണെങ്കിൽ ശിക്ഷയുടെ കാഠിന്യം അനുഭവിച്ചുകൊണ്ട് പുനരുത്ഥാന നാൾ വരെ കഴിയേണ്ട ഭവനമാണ് ബർസഖ്. ഖബറെന്ന് ഓർമ്മ വേണം. ആ ചിന്തയോടെ, പരലോകബോധത്തോടെ പ്രവാസികളെ, ഇവിടെ കിട്ടുന്ന ഒഴിവ് സമയങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാതെ ദീന് പഠിക്കണേ, സ്വന്തത്തെ രക്ഷപ്പെടുത്തണേ, കുടുംബത്തെ രക്ഷപ്പെടുത്തണേ, ബന്ധപ്പെട്ടവരിലേക്ക് സന്ദേശമയക്കണേ. ഇന്ന് അയക്കലേയുള്ളു, കേൾക്കലില്ല. ഇന്നത്തെ ദഅവത്ത് സെന്റ് ദഅവത്താണ്, ഫോർവേഡ് ദഅവത്താണെന്നാണ് മനസ്സിലാകുന്നത്. ഒരു ഖുതുബ കഴിഞ്ഞ് 1 മണിക്കൂറായില്ല, ഒരു ഖുതുബ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോഴേക്ക് നമ്മുടെ സ്മാർട്ട് ഫോണുകളിൽ 10ഉം 16ഉം ഖുതുബകളാണ് വരുന്നത്. 10ഉം 16ഉം ഖുതുബകളാ വരുന്നത്. ആര് കേൾക്കാനാ? ഒരൊറ്റ കുട്ടിയും ഒരു 90-100 ആളുകൾ ഉണ്ടെങ്കിൽ 90 ആളുകളും കേൾക്കുന്നില്ല. എല്ലാരും വേഗം എന്താ കാണുന്നത്? ഉടനെ സെൻഡ് ചെയ്യുകയാണ്. ഇതെങ്ങാനും ഡൗൺലോഡ് ചെയ്യാതെ സെൻഡ് ചെയ്യാൻ ഒരു സൗകര്യമുണ്ടായിരുന്നെങ്കിൽ നമ്മൾ അതും ചെയ്യുമായിരുന്നു. പക്ഷേ നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ ഒരു മനസ്സ് കാണിക്കുന്നുണ്ട്. എന്തിനാ? എനിക്ക് കേൾക്കാനല്ല, എനിക്ക് കേൾക്കാനല്ല, എനിക്ക് ഫോർവേഡ് ചെയ്യാൻ. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പറയാണ്, എനിക്കാവശ്യമില്ല നീ കേട്ടോ, എനിക്കാവശ്യമില്ല നീ പഠിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് ഒരു വേദിയിൽ വരുന്നത് വരെ ഇബ്ലീസ് മുടക്കി. ഇബ്ലീസ് പറയാണ്, നീ എന്തിനാ പോകുന്നത്? അതിപ്പോ 5 മിനിറ്റ് കൊണ്ട് വാട്സപ്പ് വരൂലേ, 5 മിനിറ്റ് കൊണ്ട് ഫേസ്ബുക്കിൽ കാണില്ലേ? ശൈത്താൻ മയക്കിക്കിടത്തി. ശൈത്താൻ അറിയാം, വേദിയിൽ പോയാൽ വരെ 100% കണ്ണും കാതും കൊടുത്ത് കേൾക്കുന്ന ആളുകൾ വളരെ കുറവാണ്. പിന്നെയുണ്ടോ വാട്സപ്പിൽ, പിന്നെയുണ്ടോ ഫേസ്ബുക്കിൽ, അത് കേൾക്കൂലാന്ന് ശൈത്താൻ അറിയാ. അതുകൊണ്ട് അതും പറഞ്ഞ് നമ്മെ മയക്കിക്കിടത്തി. സദസ്സിൽ നിന്നും ഇൽമ കിട്ടിയില്ല, വാട്സപ്പിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും കിട്ടിയില്ല. ഫലത്തിൽ പണ്ട് കാലത്ത് ഒരു ഖുതുബ
കേൾക്കണമെങ്കിൽ ധാരാളം ചെലവഴിക്കേണ്ടിയിരുന്നു ഒരു CD കേൾക്കാൻ. പക്ഷേ കിട്ടുന്നത് ഒന്നാണെങ്കിലും അവരത് പൂർണ്ണമായി കേട്ടിരുന്നു. ഇന്നോ ആയിരക്കണക്കിന് പ്രസംഗങ്ങളും ലേഖനങ്ങളും അതുപോലെ തന്നെ ഖുതുബകളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഫലമോ ഒന്നുപോലും കേൾക്കാനും തയ്യാറില്ല. അങ്ങനെ ഇൽമു നശിച്ചു പോകുന്നു. അതുകൊണ്ട് സ്വന്തത്തിന് വേണ്ടി എനിക്കൊന്ന് പഠിക്കണം, എനിക്കൊന്ന് കേൾക്കണം, എനിക്കൊന്ന് ചിന്തിക്കണം, എനിക്കൊന്ന് നന്നാവണം, എനിക്ക് മുഅ്മിനായി ഭരിക്കണം, എനിക്ക് മുഅ്മിനീങ്ങൾ ഒത്തുകൂടുന്ന സ്വർഗത്തിലെത്തണം എന്ന പ്രാർത്ഥനയോടെ അതിനു വേണ്ടി പണിയെടുക്കോ. ഈ പ്രവാസ ജീവിതം നമുക്ക് അങ്ങനെ ഖൈറായി മാറട്ടെ. അല്ലാതെ വെറും ദുനിയാവ് മാത്രം ഓർത്ത് ജീവിച്ചാൽ തിന്മ അതിലൂടെ നമ്മെ മാടി വിളിക്കുകയാണ്. നരകം മാത്രമായിരിക്കും നമുക്കുള്ള സങ്കേതമെന്നോർത്തുകൊണ്ട് ബാധ്യതകൾ ഒരിക്കലും മറക്കാതെ, ഒരിക്കലും നമ്മുടെ കടമകളിൽ നിന്ന് ഒളിച്ചോടി പോകാതെ, ആലസ്യം പിടികൂടാതെ ഈ ദീനിന്റെ സന്ദേശങ്ങളെ അത് പഠിക്കേണ്ടിടത്ത് നിന്ന് വക്രതയില്ലാതെ, ദുർവ്യാഖ്യാനങ്ങളില്ലാതെ, നിഷേധിക്കലുകളില്ലാതെ കൃത്യമായി അവതരിപ്പിക്കുന്ന വേദികളിൽ നിന്ന് നിങ്ങളത് പഠിച്ച് മനസ്സിലാക്കി പകർത്തി അത് പ്രചരിപ്പിക്കാൻ നാം സമയം കണ്ടെത്തണം എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവേ, നിന്റെ ദീന് ശരിക്കും മനസ്സിലാക്കാനും അത് സ്വന്തത്തിന് പ്രയോജനപ്പെടാനും മക്കൾക്കും ഇണകൾക്കും മറ്റു ബന്ധപ്പെട്ടവർക്കും പകർന്നു കൊടുക്കാനും മറ്റു സഹജീവികളിലേക്ക് ഈ സന്ദേശം കൈമാറാനും അതിന്റെ പ്രബോധകരും പ്രചാരകരുമായിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാനും സജ്ജനങ്ങളുടെ കൂടെ സ്വർഗം പങ്കിടാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ റഹ്മാനേ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നാഥാ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. മാരകമായ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കല്ല റബ്ബേ. ഞങ്ങളിലെ രോഗികൾക്ക് എന്ത് രോഗമാണെങ്കിലും അല്ലാഹുവേ നീ ശിഫ നൽകണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ബന്ധുമിത്രാദികൾ എല്ലാ വിശ്വാസികൾക്കും നീ പുറത്തു കൊടുക്കണേ നാഥാ. ഞങ്ങളെയും അവരെയും നിന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് ചേർക്കണേ നാഥാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.